ഏവൻ ക്രിയേഷൻ ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന കഥ ടി സിബഗത്തുള്ള എഴുതിയ ഭാമ ഉറങ്ങിയതേ ഇല്ല. 1949 ഏപ്രിൽ 30 ജനിച്ച ടി സിബഗത്തുള്ള കുറച്ചുകാലം കോഴിക്കോട് LP സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തു. പിന്നീട് കൃഷി വകുപ്പിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റായിരിക്കെ സേവനത്തിൽ നിന്ന് വിരമിച്ചു. 70കളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിനു വേണ്ടി നാടകവും ഹാസ്യ ചിത്രീകരണവുമൊക്കെ രചിച്ചിട്ടുണ്ട്. സർവീസ് സംഘടനയുടെ സംസ്ഥാന സമ്മേളനങ്ങളുടെ ഭാഗമായി നടത്തുന്ന സാഹിത്യ മത്സരങ്ങളിൽ ചെറുകഥാ വിഭാഗത്തിൽ സമ്മാനാർഹനായിട്ടുണ്ട്. മികച്ച കഥാകൃത്തിനുള്ള പ്രഥമ നവകം എഡിറ്റേഴ്സ് ചോയ്സ് അവാർഡ് 2009 ലഭിച്ചിട്ടുണ്ട്. ടി സിബഗത്തുള്ളയുടെ ചെറുകഥാ സമാഹാരമാണ് ഭാമ ഉറങ്ങിയതേയില്ല. ടി സിബഗത്തുള്ളയുടെ ഭാമ ഉറങ്ങിയതേ ഇല്ല എന്ന ഈ കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംല എം ഇക്ബാൽ. കഥ ഭാമ ഉറങ്ങിയതേ ഇല്ല. സ്വാമി ശ്രീ പത്മനാഭ, വിറയാർന്ന ചുണ്ടുകളോടെ സത്യഭാമ മന്ത്രിച്ചു. കേട്ടതും വായിച്ചറിഞ്ഞതുമായ വിവരങ്ങളാൽ മനസ്സിൽ നിറഞ്ഞു നിന്ന അതേ ശ്രീ പത്മനാഭസ്വാമിയുടെ തിരുമുന്നിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുമ്പോൾ വ്യക്തിപരമായ യാതൊരാവശ്യവും അവൾക്ക് ചോദിച്ചു വാങ്ങാനുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇനി എന്താവശ്യമാണ് നിറവേറി കിട്ടാനുള്ളത്? സ്നേഹനിധിയായ ഭർത്താവ്, മിടുക്കരായ 2 ആൺമക്കൾ, പെറ്റമ്മയെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന മരുമകൾ, വീട്, കാർ എന്നു വേണ്ട ആഗ്രഹിച്ചതെല്ലാം ഈ കടമ്പഴിപ്പുറത്തുകാരിക്ക് ദൈവം തന്നു കഴിഞ്ഞതാണല്ലോ. മാന്യമായൊരു ജോലിയെ നൽകി അനുഗ്രഹിച്ചു. ചെറുപ്പം മുതലേയുള്ള വലിയൊരാഗ്രഹമാണ് ശ്രീ പത്മനാഭസ്വാമിയെ കൺകുളിർക്കെ കാണുക, ക്ഷേത്രത്തിൻ്റെ പ്രൗഢിയിൽ മതിമറന്നങ്ങനെ നിൽക്കുക എന്നത്. അനന്തൻ്റെ പുറമേറി ശയിക്കുന്ന മഹാവിഷ്ണു, കാലത്തിൻ്റെ പ്രതീകമായി അനന്തനും അതിനെ അധീനമാക്കിയ ദൈവത്തിൻ്റെ പ്രതീകമായി മഹാവിഷ്ണുവും. പിന്നെയും എന്തെല്ലാം കാര്യങ്ങൾ ചെറുപ്പത്തിൽ മുത്തശ്ശി പറഞ്ഞു തന്നിരിക്കുന്നു. ശ്രീകൃഷ്ണനെ തേടി അനന്തൻ കാട്ടിലെത്തിയ വിശ്വമംഗലം സ്വാമിയാർക്ക് മഹാവിഷ്ണു ദർശനം നൽകിയത്, ഇതറിഞ്ഞ് നാടുവാഴി തമ്പുരാൻ ക്ഷേത്രം നിർമ്മിച്ചത്, നൂറ്റാണ്ടുകൾക്ക് ശേഷം ക്ഷേത്രഭരണം 8 വീട്ടിൽ പിള്ളമാരുടെ അധീനതയിലായത്, കൊട്ടാരം തീയിട്ടു നശിപ്പിക്കാനും ഉമയമ്മ റാണിയുടെ മക്കളെ മുക്കിക്കൊല്ലുവാനും അവർ ഗൂഢാലോചന നടത്തിയത്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ഒരു നെടുവീർപ്പോടെ മുത്തശ്ശി പറഞ്ഞു നിർത്തും. പക്ഷേല് നമുക്കൊന്നും അത്രടം പോയി സാമയെ കാണാൻ കഴിയില്ല എൻ്റെ കുട്ടിയെ. അതെന്താ മുത്തശ്ശി? ദൂരം എത്രയാന്നാ കുട്ടിയുടെ വിചാരം? കാശിയിൽ പോണേൻ്റെ പകുതിയെങ്കിലും ദൂരം ഉണ്ടാവൂത്രേ. എക്കാലത്തും രാജാക്കന്മാരുടെ ഇഷ്ടദൈവം ശ്രീ പത്മനാഭസ്വാമി തന്നെ. കാലത്തെ 7 മണി മുതൽ 1 മണിക്കൂർ രാജകുടുംബാംഗങ്ങൾക്ക് മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശനമുള്ളൂ. ഈ പതിവ് തെറ്റാറില്ല. മണി 4:30 കഴിഞ്ഞിട്ടേയുള്ളൂ. കിഴക്ക് വെള്ള കീറിയിട്ടില്ല. ഭക്തജനത്തിരക്ക് ആയിട്ടില്ലാത്തതിനാൽ സൗകര്യം പോലെ സ്വാമിയെ കാണാനും തൊഴാനും കഴിഞ്ഞു. നിറഞ്ഞ മനസ്സോടെ ഭാമ ജീവിതത്തിലേക്ക് ഇറങ്ങി. ക്ഷേത്രമതിൽക്കെട്ടിനു വെളിയിൽ ഭർത്താവ് സതുവേട്ടൻ കാത്തു നിൽക്കുന്നു. ഷഡാനനൻ എന്നാണ് പേരെങ്കിലും എല്ലാവരും വിളിക്കുക ഷാ എന്നാണ്. താൻ മാത്രം സതുവേട്ടൻ എന്നും. പിണങ്ങിയാൽ സദാവട്ടൻ. പുള്ളിക്കാരന് തിരുവനന്തപുരത്ത് ഉദ്യോഗക്കയറ്റത്തോടെ സ്ഥലം മാറ്റം കിട്ടിയതുകൊണ്ടാണ് തനിക്ക് സ്വാമി ദർശനം തരമായത്. ക്ഷേത്രക്കുളത്തിലെ ജലത്തിന് പച്ച നിറം. ഇവിടെ വെച്ചാണ് ഈ അടുത്ത കാലത്ത് മാനസിക നില തകരാറിലായ ഒരാൾ ക്ഷേത്ര ജീവനക്കാരനെ മുക്കിക്കൊന്നത്. അത് ടെലിവിഷനിൽ ലൈവായി കാണിച്ച് ഒരു ചാനൽ കേരള മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തുകയുണ്ടായി. എന്തൊക്കെയായാലും ഈ ക്ഷേത്രമുറ്റത്ത് എന്തൊരു ശാന്തതയാണ്. തമ്പാനൂർ ക്ഷേത്രത്തിലെ തിരക്കോ ചാലക്കമ്പോളത്തിലെ ബഹളമോ ഇങ്ങോട്ട് കടന്നു വരില്ല. എല്ലാ ആരാധനാലയങ്ങളിൽ നിന്നും മനസ്സിലേക്ക് ആഞ്ഞടിച്ചു വരുന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഓളങ്ങളായതുകൊണ്ടാവാം. കിഴക്ക് വെള്ള കീറി തുടങ്ങി. അക്ഷമയോടെ കാത്തു നിൽക്കുന്ന ഭർത്താവ് പറഞ്ഞു, വേഗം പോകാം ഭാമേ, ടിക്കറ്റ് എടുക്കണം. വേണാട് ഇവിടുന്ന് പുറപ്പെടുന്ന വണ്ടിയാണ്. കൃത്യം 5-ന് സ്റ്റേഷൻ വിടും. അവളൊന്നും പറയാതെ ധൃതി വെച്ച് അയാളുടെ നിഴൽ എന്നോണം സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നു. ഒന്നുകൂടി സ്പീഡിൽ നടക്കൻ്റെ ഭാമേ. നിന്റെ ബോർഡ് ഓഫീസ് പോലെയല്ല, തോന്നുമ്പം കയറി ചെന്ന വണ്ടി അതിൻ്റെ പാട്ടിന് പോയിട്ടുണ്ടാവും. ഓ പിന്നെ, ഇത് കേട്ടാൽ തോന്നും കൃഷി ആഫീസിൽ മലമറിക്കണ പണിയാണെന്ന്. കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാണ്ടാക്കിയ പോലെയായി. നാട്ടിൽ കൃഷി ഇല്ല, ഒന്നുമില്ല. അത് ശരിയാ. പാണ്ടിലോറി വന്നില്ലെങ്കിൽ പച്ചമുളകിന് 1 കിലോയ്ക്ക് 100 രൂപ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ അയാൾക്ക് തോന്നിയതാണ്. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അവനവൻ ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുതല്ലോ. കൗണ്ടറിന് മുമ്പിൽ നീണ്ട ക്യൂ. ഒരു കാര്യം ചെയ്യ്, ടിക്കറ്റ് എടുക്ക്. ലേഡീസിനാവുമ്പോൾ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടും.
ശരി ഏട്ടാ. വസ്ത്രങ്ങളടങ്ങിയ ബാഗ് അയാൾ ചോദിച്ചു. വേണ്ടെന്നേ, അത്ര ഭാരമൊന്നുമില്ല. ഏട്ടൻ വണ്ടിയുടെ കാര്യം അന്വേഷിക്കേ. വേണാട് എക്സ്പ്രസ് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പിടിച്ചിട്ടിരിക്കുന്നു. പെരുമ്പാമ്പിനെ പോലെ നീണ്ടു നിവർന്നു കിടക്കുന്ന വണ്ടി. അടച്ചിട്ട ജനലിൽ കൂടെ അരിച്ചിറങ്ങുന്ന വെളിച്ചം പാമ്പിൻ്റെ പുള്ളികൾ പോലെ. ഫൂട്ട് ഓവർ ബ്രിഡ്ജ് കയറി ഇറങ്ങണം വണ്ടിയിൽ കയറാൻ. ഇതിനിടെ വണ്ടി പുറപ്പെടാറായി എന്ന അറിയിപ്പ് വന്നു. ഭാമ ഓടിക്കിതച്ചെത്തി. ടിക്കറ്റ് എടുത്തോ? എടുത്തു. അവർ രണ്ടുപേരും ധൃതി പിടിച്ച സ്റ്റെപ്പുകൾ കയറി. ഭാമയെ സഹായിക്കാനായി അയാൾ ബാഗ് പിടിച്ചു വാങ്ങി സ്വന്തം തോളിലിട്ടു. തെല്ലൊരാശ്വാസം തോന്നി അവൾക്ക്. ഇതിനിടെ വേണാട് ഇഴഞ്ഞു തുടങ്ങിയിരുന്നു. ഏറ്റവും അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് ഭാമയെ തള്ളിക്കയറ്റി വിടേണ്ടി വന്നു അയാൾക്ക്. പിന്നെ പരസ്പരം കൈവീശി യാത്രാമൊഴി പറഞ്ഞു. സീറ്റ് ഒഴിവുള്ളത് അന്വേഷിച്ച് ഭാമ കമ്പാർട്ട്മെൻറ്റുകൾ മാറി മാറി നടന്നു. എല്ലായിടവും ഒക്യുപ്പൈഡാണ്. വേണാട് ഊർജ്ജം സംഭരിച്ച് കുതിച്ചു പായുന്നു. പേട്ട കഴിഞ്ഞതോടെ വീണ്ടും വേഗത കൂടി. അടച്ചിട്ട ജാലകങ്ങൾ തുറക്കുന്നവരുടെ മുഖത്തേക്ക് തണുത്ത കാറ്റ് അടിച്ചു കയറുന്നുണ്ട്. അതോടൊപ്പം അനന്തപുരിയിലെ തമിഴും മലയാളവും കലർന്ന മണ്ണിൻ്റെ ഗന്ധവും. ഇത് ഭാമയുടെ ആദ്യത്തെ തനിച്ചുള്ള തീവണ്ടി യാത്ര. ഒട്ടൊരു പരിഭ്രമം തോന്നുകയും ചെയ്തു. എങ്കിലും ഒരു സൈഡ് സീറ്റ് കിട്ടിയത് സന്തുഷ്ടയായി അവൾ കണ്ണടച്ചിരുന്നു. ആശ്വാസത്തിൻ്റെ നെടുവീർപ്പിട്ടു. പ്ലാറ്റ്ഫോം പിന്നിട്ട് ലോഡ്ജിനെ ലക്ഷ്യമാക്കി നടക്കുമ്പോഴാണ് ഷഡാനന്ദൻ തൻ്റെ തോളിൽ ഒരു പാമ്പ് തൂങ്ങിക്കിടക്കുന്നത് ശ്രദ്ധിച്ചത്. ഈശ്വരാ, ഭാമയുടെ ബാഗ്! തലയ്ക്കടിയേറ്റ പോലെ അയാൾ തരിച്ചു നിന്നു. ചെറിയൊരു പ്രശ്നമുണ്ടാകുമ്പോഴേക്കും പരിഭ്രമിച്ചു പോകുന്ന കൂട്ടത്തിലാണവൾ. ഒറ്റയ്ക്കുള്ള ആദ്യ ദീർഘദൂര യാത്രയിൽ ഇത്തരമൊരു പ്രതിസന്ധി അവൾ എങ്ങനെ തരണം ചെയ്യും? സ്ഥലകാലബോധം തിരിച്ചു കിട്ടിയപ്പോൾ മൊബൈൽ എടുത്ത് ഭാമയെ വിളിച്ചു. ഭാമേ, നിന്റെ ബാഗ്. ഈശ്വരാ, അത് ഏട്ടൻ്റെ കയ്യിലല്ലേ? അയാൾ മറുപടി പറഞ്ഞില്ല. നിന്റെ കയ്യിൽ പൈസയുണ്ടോ? എന്താ ഏട്ടാ, 500 രൂപ പേഴ്സിലുണ്ട്. ടിക്കറ്റ് എവിടെയാ? ശ്രീപത്മനാഭ, അത് ഏട്ടൻ്റെ കയ്യിലെ ബാഗിലല്ലേ? അയാൾക്ക് പകുതി സമാധാനമായി. ടിക്കറ്റ് പരിശോധകൻ വന്നാൽ തന്നെയും തിരുവനന്തപുരം മുതലുള്ള ചാർജും പിഴയും കൊടുത്താൽ മതിയാകുമായിരിക്കും. അതിനുള്ള കാശ് ഭാമയുടെ കൈവശമുണ്ട്. ഏട്ടാ, കള്ളവണ്ടി കയറിയെന്നല്ലേ എല്ലാവരും കരുതൂ. എനിക്ക് പേടിയാവണുണ്ട് കേട്ടോ. ഭയപ്പെടാതിരി, ഞാൻ ടിക്കറ്റ് നമ്പർ പറഞ്ഞു തരാം. ആരോടെങ്കിലും പേന വാങ്ങി കൈവെള്ളയിൽ കുറിച്ചിട്. ശരി. അവൾ നേരെ എതിർവശത്തിരിക്കുന്ന മാന്യൻ്റെ പേന വാങ്ങി ഷഡാനന്ദൻ നമ്പർ പറഞ്ഞു തുടങ്ങി. 0433. അതനുസരിച്ച് ഭാമ തിരിച്ചു പറഞ്ഞ് ഉറപ്പുവരുത്തുകയും കുറിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് ഫോൺ കട്ടായി. വണ്ടിയിലിരുന്ന് ഭാമയും തമ്പാനൂർ സ്റ്റേഷനു വെളിയിൽ ഭർത്താവും വിയർത്തൊഴുകി. 2-3 തവണ ശ്രമിച്ചിട്ടും ഭാമയെ ലൈനിൽ കിട്ടിയില്ല. ഇതിനിടെ ടിക്കറ്റ് പരിശോധകൻ വന്നതും ഭാമ ബോധം കെട്ടു വീഴുന്നതും അയാൾ ഭാവനയിൽ കണ്ടു. വേണ്ടായിരുന്നു. ശനിയാഴ്ച വരെ ഭാമയെ കൊണ്ട് ലീവ് എടുപ്പിച്ച് ഇവിടെ നിർത്തുകയോ താൻ ലീവെടുത്ത് കൂടെ പോവുകയോ ചെയ്താൽ മതിയായിരുന്നു. വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. അതിലേറെ വേഗത്തിൽ ഭാമയുടെ മനസ്സ് പിന്നോട്ടും അയാളുടെ മനസ്സ് മുന്നോട്ടും ഓടുകയുണ്ടായി. ട്രെയിൻ കൊല്ലം സ്റ്റേഷൻ്റെ ഔട്ടറിലെത്തിയപ്പോൾ അവളുടെ കയ്യിലിരുന്ന് കിളി ചിലച്ചു. ഹലോ, എന്താ ഏട്ടാ? ടി വന്നോ? ഇതുവരെ എത്തിയില്ല. സ്വാമി കാത്തു. ഇതും പറഞ്ഞ് ഭാമ തേങ്ങി. അയാൾ ടിക്കറ്റിലേക്ക് നോക്കി. ഈശ്വരാ, 3 രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റിൻ്റെ നമ്പറാണല്ലോ ഞാൻ എഴുതിയെടുക്കാനായി ഭാമയ്ക്ക് പറഞ്ഞു കൊടുത്തത്. മറ്റൊരു സന്ദർഭത്തിലാണെങ്കിൽ ചിരിക്ക് വക ആകുമായിരുന്നു. ഇതിപ്പോൾ ഒരു മെച്ചമുണ്ടായി. സഹയാത്രികരുടെ ശ്രദ്ധ ഭാമയിലേക്കായി. അവരുടെ ചോദ്യങ്ങൾക്കൊടുവിൽ അവൾ നടന്നതൊക്കെ പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ മധ്യവയസ്കനായ ഒരാൾ ഇടപെട്ടു. ഇതാണോ കാര്യം? ഞാൻ വിഷ്ണു. കുട്ടി ധൈര്യമായിരിക്കെ. ഒന്നാമത് ഇത് സീസൺ ടിക്കറ്റുകാർ യാത്ര ചെയ്യുന്ന വണ്ടിയാ. അപൂർവമായ ചെക്കിംഗ് ഉണ്ടാവാറുള്ളൂ. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ നമുക്കത് പരിഹരിക്കാമെന്നേ. എങ്ങനെ? ഹസ്സിനെ വിളിക്ക്, ഞാൻ പറഞ്ഞോളാം. ഭാമ ഫോണിൻ്റെ നെഞ്ചിൽ 8-10 തവണ ഞെക്കി ചെവിയിൽ വെച്ചു. അതേ, ഇതൊന്നു കേട്ടോളൂ, ഞാൻ ഒരാൾക്ക് ഫോൺ കൊടുക്കാം. സഹയാത്രികൻ ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചു പറഞ്ഞു. വിഷമിക്കേണ്ട, ഞാനും താങ്കളെപ്പോലെ ഒരു സർക്കാർ ജീവനക്കാരനാണ്. താങ്ക്സ്. പക്ഷേ ടിക്കറ്റ് ഇല്ലാതെ. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ കായംകുളത്ത് നിന്ന് കയറും. അവരോട് വിളിച്ചു പറഞ്ഞ ടിക്കറ്റ് എടുപ്പിച്ചോളാം. ശ്രീമതിയുടെ കയ്യിൽ പണമുണ്ടാവുമല്ലോ അല്ലേ? ഉണ്ട്. നന്ദി സുഹൃത്തെ. താങ്കളുടെ പേര്? വിഷ്ണു. വെറും വിഷ്ണു. സമാധാനത്തോടെ അയാൾ പാമ്പിനെ തോളിലിട്ട് ലോഡ്ജിലേക്ക് ധൃതി വെച്ച് നടന്നകന്നു. ഇതിനിടെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അങ്ങേ തലയ്ക്കൽ കറുത്ത കോട്ടുകാരൻ പ്രത്യക്ഷപ്പെട്ടു. ടിക്കറ്റ് പരിശോധന തുടങ്ങി. പേടിച്ചരണ്ട ഭാമയോട് അയാൾ പറഞ്ഞു. എണീറ്റോളൂ, മാരണം വരുന്നുണ്ട്. ആരാ?
വേഗം എണീറ്റ് കൂടെ വാ, അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക്. ചൂളം വിളിച്ച് പെരുമൺ പാലത്തിന് മുകളിലൂടെ വേണാട് കുതിച്ചു പായുന്നു. 100-നുമേൽ ആളുകൾ അർദ്ധരാത്രിയിൽ അടഞ്ഞ ബോഗിക്കുള്ളിൽ ശ്വാസം മുട്ടി മരിച്ചത് ഇവിടെയാണ്. നടുക്കുന്ന ഒരോർമ്മ ഇന്നും പെരുമൺ പാലം നിത്യയാത്രക്കാരെ പിടികൂടുന്നു. വിഷ്ണുവിൻ്റെ പിന്നാലെ ആളുകളെ വകഞ്ഞു മാറ്റിയെന്നോണം ഭാമ അടുത്ത കമ്പാർട്ട്മെൻറ്റിലെത്തി. താരതമ്യേന തിരക്ക് കുറഞ്ഞ ബോഗിയിൽ ജനലരികിൽ തന്നെയുള്ള ഒരു സീറ്റിൽ അവൾ ഇരുന്നു. വിഷ്ണു വാതിലിനടുത്തേക്ക് നീങ്ങി നിന്ന ശേഷം മൊബൈൽ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. എടോ രാജേഷേ, നീ സ്റ്റേഷനിലെത്തിയോ? ഉവ്വ്, എന്താ കാര്യം? നീ ഒരു കാര്യം ചെയ്യേ, ഷൊർണൂർക്കൊരു ടിക്കറ്റ് എടുക്ക്. അണ്ണൻ ഷൊർണൂർ പോകുന്നോ? എന്നാ പറ്റി? എനിക്കല്ലടേ. പിന്നാർക്ക്? എൻ്റെ അമ്മായിയപ്പന്. എടാ, വിശദീകരിക്കാൻ നേരമില്ല. എൻ്റെ കയ്യിൽ കാശ് തികയുമൊന്ന് നോക്കട്ടെ അളിയാ. എങ്ങനെയെങ്കിലും കാര്യം സാധിക്കേ. ഞാൻ ഡോറിനടുത്ത് തന്നെയുണ്ട്. കൗണ്ടറിലെ ആ അമ്മയാരു പെണ്ണില്ലേ നിൻ്റെ ലവള്, കടം പറ. മറുഭാഗത്ത് നിന്ന് പുളിച്ച സാഹിത്യം ഒഴുകിയെത്തിയെന്ന് തോന്നുന്നു. വിഷ്ണു ഫോൺ കട്ടാക്കി പോക്കറ്റിലിട്ടു. ഒരു കിതപ്പോടെ വേണാട് കായംകുളം ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്നങ്ങോട്ട് യാത്രക്കാർ ആലപ്പുഴ വഴിയും കോട്ടയം വഴിയും വേർപിരിയുകയായി. അങ്ങ് ദൂരെ നിന്ന് ടിക്കറ്റ് പൊക്കി പിടിച്ച് ഓടി വരുന്ന രാജേഷിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനായി വിഷ്ണു കൈവീശി കാണിച്ചു. അളിയാ, ടിക്കറ്റ് കിട്ടി. പിന്നെ ഒളിമ്പിക്സ് മെഡലല്ലേ? ഭാമയെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. ഇവർക്കാണ്, പൈസ തരും. അയാൾ ഭാമയെ തുറിച്ചൊന്ന് നോക്കിയ ശേഷം, അത് ശരി, വിത്തൗട്ടാണല്ലേ? എന്നാലും എൻ്റെ കൊച്ചേ, എന്നാ ഒരു ധൈര്യം. ഭാമ ഇപ്പോൾ കരയുമെന്നായി. അതൊഴിവാക്കാൻ വിഷ്ണു ഇടപെട്ടു. വാട്ടാതെ അളിയ. പിന്നെ നടന്ന കാര്യമെല്ലാം പറഞ്ഞു. എൻ്റെ അളിയ, ഇത്രയും വലിയ പുണ്യകർമ്മമാണോ നാം ചെയ്തത്? ഇനിയിപ്പം ആപ്പീസിൽ വെറുതെ ഇരുന്നാലും ദൈവം കോപിക്കുകയില്ല. ഭാമ ടിക്കറ്റ് വാങ്ങി 500 രൂപ കൊടുത്തു. രാജേഷ് ബാക്കി നൽകിയ തുക അവൾ എണ്ണി നോക്കുക കൂടി ചെയ്തില്ല. മുൾമുനയിൽ നിൽക്കുകയായിരുന്നുവല്ലോ ഇത്ര നേരവും. ഇനി സ്വസ്ഥമായി ഒന്നിരിക്കണം. അവളുടെ മനോഗതി തിരിച്ചറിഞ്ഞെന്നോണം വിഷ്ണു പറഞ്ഞു, കുട്ടി ഇരുന്നോളൂ. പക്ഷെ കായംകുളത്ത് ഇറങ്ങിയതിൻ്റെ 10 ഇരട്ടി യാത്രക്കാർ ഇടിച്ചു കയറിയതിനാൽ ഭാമയ്ക്ക് ഇരിപ്പിടം കിട്ടിയില്ല. കോട്ടയം വരെ അവൾ നിന്ന് യാത്ര ചെയ്തു. മനസ്സിൻ്റെ വേവലാതികൾ ഒട്ടൊന്ന് ശമിക്കുകയും സ്വസ്ഥമായി ഇരിക്കാൻ സൗകര്യം കിട്ടിയപ്പോൾ ഭാമ മൊബൈലിൻ്റെ നെഞ്ചിൽ അമർത്തി. ഏട്ടാ, ടിക്കറ്റ് കിട്ടി. ഞാൻ പറയാറില്ലേ സ്വാമി എന്നെ കൈവിടില്ലാന്ന്. ഭക്തിമാർഗത്തിൽ അയാൾ പിറകിലാണ്. അതുകൊണ്ട് പെട്ടെന്ന് വിഷയം മാറ്റി. വിഷ്ണുവിനോട് താങ്ക്സ് പറഞ്ഞോ? അയ്യോ, മറന്നുട്ടോ. നിൻ്റെ ഒരു കാര്യം. ഇപ്പോൾ മൊബൈലിന് എന്തൊരു റേഞ്ച്. ഭാമയുടെ നിശ്വാസം പോലും വ്യക്തമായി കേൾക്കുന്നു. ഇത്രയൊക്കെ ഉപകാരം ചെയ്ത വിഷ്ണുവിനോട് ഒരു നന്ദി വാക്ക് പറയാതിരുന്നത് മോശമായി പോയി. വേണാട് എക്സ്പ്രസ് യാത്രയുടെ നല്ലൊരു പങ്ക് ഓടി തീർത്ത് എറണാകുളം ജംഗ്ഷനിലെത്തി. കൃത്യം 5 മണിക്കൂർ നീണ്ട യാത്ര. അപ്പോഴാണ് കാലത്ത് 4 മണിക്ക് ക്ഷേത്ര ദർശനത്തിന് കയറും മുമ്പ് ഒരു ചായയും ഉഴുന്നുവടയും കഴിച്ചതാണ് താനെന്നും പിന്നീട് ജലപാനം പോലും ഉണ്ടായിട്ടില്ലെന്നും അവൾ ഓർത്തത്. ഒരു ചായ ആവാമെന്ന് വെച്ചാൽ ഡിസ്പോസിബിൾ കപ്പിൽ ടീ ബാഗിനെ മുക്കിക്കൊന്ന ശേഷം ലഭിക്കുന്ന പാലോ പഞ്ചസാരയോ ആവശ്യത്തിന് ചേർക്കാത്ത ഒരു വാട്ടവെള്ളം കുടിക്കണം. കുടുംബത്തോടൊപ്പമുള്ള യാത്രകളിൽ പോലും ഇത്തരം ചായ ഒഴിവാക്കുകയാണ് പതിവ്. മാത്രമല്ല, പലതവണ തിളപ്പിക്കുന്നത് കാരണം ചായയ്ക്ക് സ്വാദിനേക്കാൾ ദുസ്വാദാണ് അനുഭവപ്പെടുക. അതിനാൽ ഇത്രയൊക്കെ വൈകിയ സ്ഥിതിക്ക് ഇനി ചായ വേണ്ട. ഷൊർണൂർ എത്തിയിട്ട് തന്നെ സ്വീകരിക്കാൻ എത്തുന്ന മകനുമൊത്ത് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ കയറി വിശപ്പടക്കാം എന്നും തീരുമാനിച്ചു. ഹലോ. ജനലരികിൽ വിഷ്ണു നിൽക്കുന്നു. അവൾക്ക് ജാള്യത തോന്നി. ഈ വൈകിയ വേളയിലെങ്കിലും നന്ദി പറയാമെന്ന അവളുടെ ശ്രമത്തെ തടയാനെന്നോണം അയാൾ പറഞ്ഞു. സാരമില്ല, ആ വെപ്രാളത്തിനിടയ്ക്ക് നന്ദി പറയാനൊന്നും കഴിയുമായിരുന്നില്ല. ഇറ്റ്സ് ഓക്കെ. ശരി, പിന്നെ കാണാം. ഭാമ കണ്ണടച്ചു തുറക്കുന്ന നിമിഷാർദ്ധ നേരം കൊണ്ട് ആ തിരക്കിൽ അയാൾ അപ്രത്യക്ഷനായി. ഒരു മാന്ത്രികൻ്റെ മെയ്വഴക്കത്തോടെ. ഈശ്വരാ, ഇങ്ങനത്തെ നല്ല ആളുകൾ ലോകത്തുണ്ടല്ലോ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു. വേണാട് യാത്ര തുടരുകയാണ്. എൻജിൻ മാറ്റി ഘടിപ്പിക്കേണ്ട താമസം മാത്രം. തിരക്ക് നന്നേ കുറഞ്ഞിരിക്കുന്നു. തൊട്ടു മുൻപിലത്തെ സീറ്റിൽ മാന്യമായി വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ ഇരിക്കുന്നു. അവരുടെ കൈവശമുള്ള വാട്ടർ ബോട്ടിൽ കണ്ടപ്പോൾ ഭാമയ്ക്ക് ദാഹം തോന്നിയത് സ്വാഭാവികം. പരിചിത ഭാവത്തോടെ അവർ ചോദിച്ചു, എങ്ങോട്ടാ? ഷൊർണൂരിക്ക്. മാഡം എങ്ങോട്ടാ? ഞാനും ഷൊർണൂരിക്ക. അവിടെ നിന്ന് മാറിക്കയറണം. കോഴിക്കോട് മകൾ പഠിക്കുന്നു. അവളെ കാണാനാ. ഇന്ന് തന്നെ മടങ്ങും. ഇവർ സംസാരപ്രിയയാണെന്ന് തോന്നുന്നു. ചോദിച്ചത് അബദ്ധമായോ? എങ്കിലും ഭാമ ചോദിച്ചു, അടുത്ത സ്റ്റേഷൻ ഏതാണാവോ? അങ്കമാലി. എന്താ? വെള്ളം വാങ്ങണം, ദാഹിക്കുന്നു. അയ്യോ, അത് കഷ്ടമായല്ലോ. ഞാനാണെങ്കിൽ വാ വെച്ച് കുടിക്കുകയും ചെയ്തു.
ഒരു കാര്യം ചെയ്യാം, അങ്കമാലി വരെ ദാഹിച്ചിരിക്കേണ്ട, എൻ്റെ ബാഗിൽ ഒരു ഫ്രൂട്ടി ഉണ്ട്, അത് തരാം. ഭാമ മടി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു അപരിചിതയുടെ കയ്യിൽ നിന്ന് സൗജന്യം സ്വീകരിക്കരുത് എന്നല്ലേ ഉള്ളൂ, അതിൻ്റെ വില തന്നോളൂ. അതുമല്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിലെത്തുമ്പോൾ ഒരെണ്ണം വാങ്ങിച്ചു തന്നാലും മതി. ഈ വ്യവസ്ഥ ഭാമയ്ക്ക് ഇഷ്ടമായി. അവൾ ഫ്രൂട്ടി വാങ്ങി കുടിച്ചു. ദാഹം ശമിച്ചു. പുറത്തുനിന്നടിക്കുന്ന കാറ്റും തലേ ദിവസത്തെ പകൽ സമയത്തെ നാടു കാണാനുള്ള അലച്ചിലും ഒക്കെ ഒത്തുവന്നപ്പോൾ ഭാമ ഉറങ്ങാനുള്ള മൂഡിലായി. അവൾ കണ്ണടച്ചു കിടന്നു. ഏറെ വൈകാതെ ഉറങ്ങുകയും ചെയ്തു. തീവണ്ടിയുടെ ചൂളം വിളിയും ഇരുമ്പ് ചക്രങ്ങൾ ഇരുമ്പുമായി ഉരസുമ്പോഴുള്ള ശബ്ദവുമൊന്നും അവൾ അറിഞ്ഞതേയില്ല. ഇതിനിടെ ഒരു 100 തവണയെങ്കിലും ഷഡാനന്ദൻ തിരുവനന്തപുരത്ത് നിന്ന് അവളെ വിളിച്ചു കാണും. പക്ഷേ പ്രതികരിക്കുന്നില്ല എന്ന മറുപടി മാത്രം കേൾക്കാം. ഭാമ ഇത്ര വിചിത്രമായി പെരുമാറുന്നത് ഇതാദ്യം. അയാൾ പിന്നെ മകനെ വിളിച്ചു. കിച്ചു, നീ സ്റ്റേഷനിലെത്തിയോ? ദാ പാർക്ക് ചെയ്യുന്നു. എന്താ? എടാ, നിന്റെ അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കാലത്ത് കയറ്റി വിട്ടതല്ലേ, വണ്ടി ഇപ്പോഴെത്തും. അമ്മ എത്തിയിട്ട് ഞാൻ വിളിക്കാം. ശരി. ഇപ്പോൾ സമയം 12:40. വേണാടെ ഒരു അത്ലറ്റ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നത് പോലെ ഷൊർണൂർ സ്റ്റേഷനിലെത്തി ബ്രേക്കിട്ട് നിന്നു. ഉറങ്ങിക്കിടന്ന ഭാമയെ ആരോ വിളിച്ചുണർത്തി. തലയ്ക്ക് നല്ല കനം, വല്ലാത്ത ക്ഷീണവും. ഇനി പകൽ യാത്രയില്ലെന്ന് അവൾ തീരുമാനിച്ചു. ഉറക്കച്ചടവോടെ ആടിയാടി വരുന്ന ഭാമയെ കണ്ട് കിഷോർ എന്ന കിച്ചു പറഞ്ഞു, മമ്മയെ കണ്ടാൽ ഇപ്പോൾ ഒരു ഗോസ്റ്റിനെ പോലെയുണ്ട്. നീ പോടാ, എനിക്കിപ്പോൾ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ഞാൻ അച്ഛനെ വിളിച്ച് പറയട്ടെ. എന്തു പറയാൻ? അച്ഛൻ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ എല്ലാം പറഞ്ഞു കാണും അല്ലേ? എന്തു പറയാൻ? അമ്മ വല്ല മണ്ടത്തരവും കാട്ടിയോ? ഭാഗ്യം, കിഷോർ ഒന്നും അറിഞ്ഞിട്ടില്ല. വാ, എന്തെങ്കിലും കഴിക്കാം, എന്നിട്ടാവാം ബാക്കി. അവർ ഒരു ഹോട്ടലിൽ കയറി മീൽസ് കഴിച്ചു. ബില്ല് പേ ചെയ്യാനായി ഭാമ പേഴ്സ് തുറന്നപ്പോൾ അതാ കിടക്കുന്നു 500 രൂപയുടെ ഒറ്റ നോട്ട്. പരിഭ്രമത്തോടെ ഭാമ പേഴ്സ് തിരിച്ചും മറച്ചും നോക്കി. അതിൽ 500 രൂപയല്ലാതെ ഒരു തുണ്ട് കടലാസ് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെയല്ലേ ട്രെയിൻ ടിക്കറ്റ്. അവൾ ഒരു ഞെട്ടലോടെ വിളിച്ചു, എൻ്റെ ശ്രീപത്മനാഭ. ഓരോരോ മായാവിലാസങ്ങളെ. അപ്പോൾ ട്രെയിനിലെ സംഭവങ്ങളൊക്കെ? ഭാമയ്ക്ക് ഇന്നും അതിന് വ്യക്തമായൊരു ഉത്തരമില്ല. ഭാമയ്ക്കെന്നല്ല, ആർക്കും ഉണ്ടാവില്ല. നാം അറിയാതെ ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു. പക്ഷേ ഭാമ ഞെട്ടാൻ കിടക്കുന്നതേയുള്ളൂ. ഒരു ഫ്രൂട്ടി കുടിച്ചതുകൊണ്ട് അവൾക്ക് നഷ്ടമായത് 5 പവൻ മാലയാണ്. ആ ലഘുപാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തിയിരുന്നുവല്ലോ. ടി സിബഗത്തുള്ളയുടെ ഭാമ ഉറങ്ങിയതേ ഇല്ല എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.